ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 241 241. തൃതീയ സ്കന്ധം 13-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ത്വം ഏക സർവഭൂതാനാം ജന്മകൃത് വിത്തത പിതാ അധാപിന പ്രജാനാം തേ ശുശ്രൂഷാ കേനവാ ഭവേത്. സർവഭൂതങ്ങളുടെ ഉൽപാദകനും ധനദാതാവും പിതാവും നിന്തിരുവടി ഒരുവനാകുന്നു. എന്നാലും പ്രജകളായ ഞങ്ങൾക്ക് അങ്ങയുടെ പരിചര്യ, അങ്ങയെ സേവിക്കുക ഏതു പ്രവൃത്തി കൊണ്ട് സാധിക്കുമോ അതിനെ ഏർപ്പെടുത്തണം. അതായത് എങ്ങനെയാണ് ഈശ്വരനെ പരിചരിക്കാൻ സാധിക്കുക, ഈശ്വര സേവ എങ്ങനെ ചെയ്യാൻ പറ്റുക, അത് ഞങ്ങളെ അങ്ങ് പ്രേരിപ്പിക്കണം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. മനു പറഞ്ഞതിനെ കാണിക്കുന്നു. ഹേ ഭഗവൻ, സകല ഭൂതങ്ങളെയും ഉത്ഭവിപ്പിച്ചതും അവരെ പോഷിപ്പിക്കുന്നതും നിന്തിരുവടി ഒരുവൻ തന്നെയാകുന്നു. അങ്ങയ്ക്ക് അന്യരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല. എന്നാലും പ്രജകളായ ഞങ്ങൾക്ക് അങ്ങയുടെ പരിചര്യാകർമ്മം സാധിക്കണമല്ലോ. അതിനായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞു. ഇനി 8-ാമത്തെ ശ്ലോകം വരുന്നു. തദ് വിദേഹിതമസ്തുഭ്യം കർമ്മസിദ്ധ്യാത്മശക്തിഷു യൽ കൃത്യേഹ യശോ വിശ്വഗമുത്ര ച ഭവേൽ ഗതിം. ഞങ്ങളുടെ ശക്തിക്കനുസരിച്ചതായ കർമ്മങ്ങളിൽ ഏതൊന്ന് ചെയ്തിട്ട് ലോകത്തിൽ എങ്ങും കീർത്തിയും പരലോകത്തിൽ ഉത്കൃഷ്ടയായ അഭ്യുദയവും ഭവിക്കുമോ അതിനെ കൽപ്പിക്കണം. അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. ഞങ്ങളുടെ ശക്തിക്കനുസരിച്ചതായ, അത് വലിയൊരു കാര്യമാണ്. ശക്തിക്കനുസരിച്ചത്, ബിയോണ്ട് ദി ലിമിറ്റ് പാടില്ല. ശക്തിക്കനുസരിച്ചിട്ട് ചെയ്യും വേണം, ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഏതൊരു കർമ്മം ചെയ്താൽ ഈ ലോകത്തിൽ സർവത്ര കീർത്തിയും പരലോകത്തിൽ സൽഗതിയും ഞങ്ങൾക്ക് ലഭിക്കുമോ ആ വിധമുള്ള പ്രവൃത്തി എന്താണെന്ന് ഞങ്ങളോട് കൽപ്പിക്കുമാറാകണം എന്ന് പറഞ്ഞു. ബ്രഹ്മോവാച. അപ്പോൾ ബ്രഹ്മാവ് അതിന് മറുപടി പറയാണ്. 9-ാമത്തെ ശ്ലോകം. പ്രീതസ്തുഭ്യം മഹം താതാ സ്വസ്തി സ്ത്വതാം അദ്വാം ക്ഷിതീശ്വരാം യന്യർവ്യളീകേന ഹൃദാശാധി മേ ആത്മാനാർപ്പിതം. കപടമില്ലാത്തതായ ഹൃദയത്തോടുകൂടെ എന്നെ ശാസിച്ചാലുമെന്ന്. ശാസിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തുക. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങ് തിരുത്തി തരണം. ആത്മാവിനാൽ സമർപ്പിക്കപ്പെട്ടുവെന്ന് യാതൊന്നോ. ഹേ സർവഭൗമ, നിങ്ങൾ 2 പേർക്കും കല്യാണം ഭവിക്കട്ടെ, അതായത് മംഗളം ഭവിക്കട്ടെ. നിൻ്റെ നേർക്ക് ഞാൻ പ്രീതനായി. അതാണ് ബ്രഹ്മാവ് പറയാണ്, ഞാൻ നിൻ്റെ നേർക്ക് പ്രീതനായി. അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ എന്തോ കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ഇത് വരിക. കാരണം ഭഗവാൻ ദേവന്മാർക്ക് നമ്മളോട് പ്രീതി ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് ഈ പറയാൻ പോണത്. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ഭൂമിക്ക് അധിപനായ സർവഭൗമ. ഈ മനു ആരാ? ഭൂമിക്ക് അധിപനാണ്. എന്നോട് ആജ്ഞാപിച്ചാലും എന്നുള്ള കപടമില്ലാത്ത പ്രാർത്ഥനയോടുകൂടെ
നിൻ്റെ ശരീരത്തെ എനിക്കായി സമർപ്പിച്ചതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ പേരിൽ സന്തോഷിച്ചു. സ്ത്രീ പുരുഷന്മാരായ നിങ്ങൾ രണ്ടുപേർക്കും കല്യാണം ഭവിക്കട്ടെ. ആർക്ക്? ശതരൂപിക്കും ഭർത്താവിനും. അതായത് ഒരു ശരീരത്തിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ. ഇനി 10ാമത്തെ ശ്ലോകം. ഏതാവത്യാത്മജൈർവീരാ കാര്യാഹി അവചിതൈർഗുരോ ശക്ത്യാ അപ്രമത്തേ ഗൃഹ്യേത സാദരം ഗതമത്സരേ. സാവധാനത്തോടു കൂടിയവരും മത്സരമില്ലാത്തവരുമായ പുത്രന്മാർ ശക്തിക്കനുസരിച്ച് ആദരത്തോടുകൂടും വണ്ണം ഗ്രഹിക്കപ്പെടണം. അല്ലയോ പരാക്രമശാലിൻ, ഗുരുവിൽ ഇത്രത്തോളം പൂജ ചെയ്യുവാനുള്ളതാകുന്നു. അതായത് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം പൂജ ചെയ്യണം. ആരേനെ? എൽഡേഴ്സിനെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഹേ വീര, പിതാവ് മുതലായ ഗുരുജനങ്ങൾ, അങ്ങനെയാണ്, അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, ഇല്ലേ, അമ്മാവൻ, ചെറിയച്ഛൻ, ആരൊക്കെ ഉണ്ടോ അതിലൊക്കെ, പിതാവ് മുതലായ ഗുരുജനങ്ങളിൽ പുത്രന്മാർ, ശിഷ്യന്മാർ എന്നിവർ ചെയ്യേണ്ടതായ പൂജ ഇത്ര മാത്രമേ ഉള്ളൂ. പിതാവ് മുതലായ ഗുരുജനങ്ങളുടെ ആജ്ഞയെ ശക്തിക്കനുസരിച്ച് വിധം ദോഷദൃഷ്ടി കൂടാതെയും ശ്രദ്ധയോടുകൂടെയും അനുസരിക്കണം. വളരെ സിൻസിയറായിരിക്കണം. അത് നീ ചെയ്തു കഴിഞ്ഞതിനാൽ ഇതിൽ അധികം ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. എൻ്റെ ആജ്ഞയെ ശക്തിക്കനുസരിച്ച വിധം സ്വീകരിപ്പാൻ ഒരുങ്ങിയതിനാൽ തന്നെ ഞാൻ സന്തോഷിച്ചുവെന്ന് സാരം. ഇനി 11ാമത്തെ ശ്ലോകം പറയണു. സ ത്വം അസ്യാം അപത്യാനി സദൃശാന്യാത്മനോ ഗുണേ ഉത്പാദ്യ സാശധർമ്മേണ സാംയജ്ഞേ പുരുഷം യജ. നീ നിൻ്റെ ഗുണങ്ങളോട് തുല്യങ്ങളായ സന്താനങ്ങളെ ഇവളിൽ ഉത്ഭവിപ്പിച്ചിട്ട് ധർമ്മത്തോടുകൂടെ ഭൂമിയെ ശാസിച്ചാലും സ്വധർമാനുഷ്ഠാന രൂപങ്ങളായ യാഗങ്ങളാൽ തപസ്സും യാഗങ്ങളും എങ്ങനെ വേണം? സ്വധർമ്മമാണ് എന്ന് വിചാരിച്ച് ചെയ്യണം. അപ്പോൾ ഈശ്വരനെ പൂജിച്ചാലും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. എൻ്റെ ആജ്ഞയെ പരിപാലിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നീ ആത്മഗുണങ്ങൾക്ക് അനുരൂപന്മാരായ സന്താനങ്ങളെ ഇവളിൽ ജനിപ്പിച്ചിട്ട് ശാസ്ത്രരീതിയെ അനുസരിച്ച് ഭൂമിയെ പരിപാലിക്കുകയും സ്വധർമാനുഷ്ഠാന രൂപങ്ങളായ യജ്ഞങ്ങളെ കൊണ്ട് ശ്രീനാരായണനെ ആരാധിക്കുകയും ചെയ്യുക എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പരം ശുശ്രൂഷണം മഹ്യം സ്യാൽ പ്രജാരക്ഷയാ നൃപ ഭഗവാൻ സ്തേ പ്രജാഭർത്തൂർ ഹൃഷീകേശോ അനുതുഷ്യതി. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ഹേ രാജാവേ, പ്രജകളെ രക്ഷിക്കുന്നത് കൊണ്ട് എനിക്കായി കൊണ്ടുള്ള ഉത്കൃഷ്ടമായ പരിചര്യ. അതായത് രാജാവാണെങ്കിൽ പ്രജകളെ പ്രീതികരമായിട്ട് സംരക്ഷിച്ചു പോരുക. അതാണ് മാനവസേവ, അതാണ് മാധവസേവ. അപ്പോൾ ആ പരിചര്യ ഭവിക്കും. പ്രജകളെ ഭരിക്കുന്ന നിൻ്റെ നേർക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രേരകനായ ഈശ്വരൻ എന്തു ചെയ്യും? എപ്പോഴും സന്തോഷിക്കും. ഈശ്വരൻ സന്തോഷിച്ചാൽ പിന്നെന്താ? അതിൻ്റെ ഭാവാർത്ഥം, രാജാവായ നിൻ്റെ അസാധാരണമായ സ്വധർമ്മം പ്രജാപരിപാലനമാകുന്നു. ആ പ്രവൃത്തിയെ സാദരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ നേർക്ക് കാണിക്കേണ്ടതായ പരിചര്യ വേണ്ടതുപോലെ നിവർത്തിച്ചതായി കരുതിക്കൊള്ളുക. അതായത് ഏറ്റു നടത്തും. സർവേന്ദ്രിയങ്ങളെയും അതാത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിച്ചുകൊണ്ട് സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ പ്രജാപരിപാലനം ചെയ്യുന്ന നിൻ്റെ പേരിൽ സന്തുഷ്ടനായി ഭവിക്കും. ഒരു രാജാവ് ചെയ്യേണ്ടതായ പിതൃശുശ്രൂഷയും ഈശ്വരപൂജയും പ്രജകളെ പരിപാലിക്കുന്നതായ പ്രവൃത്തി ഒന്നു മാത്രമാണെന്ന് സാരം.
ലോകസംരക്ഷാരൂപ സ്വധർമ്മത്തെ, ലോകസംരക്ഷാരൂപമായ സ്വധർമ്മത്തെ, ലോകത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവിൻ്റെ സ്വധർമ്മം. തെറ്റാതെ നടത്തുന്നവരെല്ലാം ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതന്മാരാകുന്നു. ഇത് വില്ലേജ് ഓഫീസ് സ്റ്റാഫ് മുതൽക്ക് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഓഫീസ് വരെയുള്ളവർ എല്ലാം മനസ്സിലാക്കണം. എന്നാൽ മൂലച്യുതി വരില്ല. മൂലച്യുതി വന്നാൽ എല്ലാം തകരാറാവും. 13 യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം ശമോ ഹി അപാർത്ഥായ യഥാത്മാനധൃത സ്വയം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്, യജ്ഞമാകുന്ന ശരീരത്തോടു കൂടിയനും അവിദ്യയെ നശിപ്പിക്കുന്നവനുമായ അവിദ്യ, അതായത് ജനങ്ങളുടെ അവിദ്യ നശിപ്പിക്കുക. അതിന് ജനങ്ങളെ അടിക്കുന്ന ശിക്ഷിക്കുന്നവെന്നർത്ഥമുണ്ട്. ജനാർദ്ദനൻ അതായത് ശിക്ഷിക്കന്നെ. അപ്പോൾ ഈശ്വരൻ ആരുടെ നേർക്ക് സന്തോഷിച്ചിട്ടില്ലയോ അവരുടെ പ്രയത്നം പ്രയോജനമില്ലാത്തതാകുന്നു. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശ്വരൻ സന്തോഷിച്ചാൽ മാത്രമേ അത് ബ്ലെസ്സിങ് ആയിട്ട് വരുള്ളൂ. ഈശ്വരൻ സന്തോഷിച്ചിട്ടില്ലെങ്കിൽ അത് ബ്ലെസ്സിങ് ആവില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് തന്നെ ആദരിക്കപ്പെട്ടില്ല. ആത്മാവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ബ്രഹ്മം, ആത്മാവാണ് ജഗദീശ്വരൻ. അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവാത്മാവായ ഈശ്വരനെ പ്രീതിപ്പെടുത്താത്തവർ, സർവാത്മാവായ ഈശ്വരനെ പ്രീതിപ്പെടുത്താത്തവർ അവരെ തന്നെ അവമാനിക്കുന്നവരായിട്ട് കരുതിക്കൊള്ളണം എന്നുപദേശിക്കുന്നു. തന്നിലെ ദൈവത്തെ മറന്ന് വിദൂരത്തിലുള്ള ബിംബത്തെ എന്താ പറയുക അർച്ചിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പറയൂ, യജ്ഞങ്ങളുടെ ഫലം നൽകുന്നവൻ സർവേശ്വരനാകുന്നു. അത് നമ്മുടെ ഉള്ളിലാണ് ഇനി അന്തര്യാമിയായിട്ട്. ധർമാർത്ഥകാമങ്ങളായ 3 വിധ പുരുഷാർത്ഥങ്ങളെയും യജ്ഞഫലമായിട്ട് ഭഗവാൻ നൽകുന്നു. 3 വിധ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമങ്ങളായ 3 വിധ പുരുഷാർത്ഥങ്ങളെയും യജ്ഞഫലമായിട്ട്. എന്നാൽ എന്താ മോക്ഷം തരാത്തത്? അത് ലെവൽ വേറെയാണ് പറഞ്ഞ ശൈലി. അപ്പോൾ യജ്ഞഫലമായിട്ട് ഭഗവാൻ നൽകുന്നു. ആത്മാവിനെ മറച്ചിരിക്കുന്ന അവിദ്യയെ സംഹരിച്ച് മോക്ഷത്തെ ദാനം ചെയ്യുന്നതും ഭഗവാൻ തന്നെ. പക്ഷേ അതിന് എക്സ്ട്രാ ഓർഡിനറി സേവ വേണം, എന്നാലാണ്, അതായത് തെറ്റ് ചെയ്യാത്തൊരവസ്ഥ വേണം എന്നർത്ഥം. അപ്രകാരമുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കത്തക്കതായ പ്രവൃത്തി വ്യർത്ഥം തന്നെ. അതായത് ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കാത്തതായ പ്രവൃത്തി വേസ്റ്റ്, ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയണം. എന്തുകൊണ്ടെന്നാൽ ആ വിധമായ പ്രവൃത്തി കൊണ്ട് അവരുടെ അന്ധകരണങ്ങളുടെ സാക്ഷിയായ ആത്മാവ് തന്നെ, കാരണം ഞാനും നിങ്ങളും അനവരതം ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ സാക്ഷി ആരാ? അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ അവർ അവരെ തന്നെ ആദരിക്കാത്തവരാകുന്നു. സ്വാത്മപ്രസാദമുണ്ടായാൽ അതുതന്നെ ഈശ്വരപ്രസാദം. സ്വാത്മപ്രസാദമുണ്ടായാൽ അത് തന്നെ ഈശ്വരപ്രസാദം ഉണ്ടായി എന്നുള്ളതിനുള്ള ലക്ഷണം. മനസ്സിലായോ? മനുരുവാച. ഇത്രയൊക്കെ കേട്ടു. ആരെ? ബ്രഹ്മാവ് പറഞ്ഞത് ആര് കേട്ടു? മനു. അപ്പം മനു പറയണു, ആദേശേ അഹം ഭഗവതോ വർത്തേയാം ഈ വസൂധനാം സ്ഥാനം ജാനീഹി പ്രജാനാം മമജ പ്രഭോ. അതിൻ്റെ വാക്കാർത്ഥം പറയാം. സമർത്ഥ, പ്രഭോ എന്ന് പറഞ്ഞ സമർത്ഥനർത്ഥം. സമർത്ഥ പാപനാശന ഭഗവാനായ അങ്ങയുടെ ആജ്ഞയിൽ ഞാൻ ഇരുന്നു കൊള്ളാം. ഇതിൽ പ്രജകൾക്കും എനിക്കും വാസദേശം കൽപ്പിച്ചാലും, വാസദേശം ഞങ്ങൾ അവിടെ ഇരിക്കണം, താമസിക്കണം, പ്രജകൾ അവിടെ താമസിക്കണം. മനു പറഞ്ഞു,
ഭാവാർത്ഥം പറയണു. ഭഗവാനായ നിന്തുരുവടിയുടെ ആജ്ഞയിൽ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. എൻ്റെ പ്രവൃത്തിയെ വിഘ്നപ്പെടുത്തുന്നതായ പാപം എനിക്ക് നേരിടുന്ന പക്ഷം അതിനെ നശിപ്പിക്കുന്നതിന് പാപനാശനായ നിന്തുരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പിന്നെ അങ്ങയുടെ ആജ്ഞാനുസരണം ഞാൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്കും എനിക്കും ഇരുപ്പാനുള്ള സ്ഥാനം ഏതാണെന്നും നിന്തുരുവടി കൽപ്പിച്ചു തരണം. അതിന് പ്രഭുവായ അങ്ങ് തന്നെ സമർത്ഥൻ എന്ന് പറഞ്ഞു. 15 യദോഗ സർവസത്വാനാം മഹീമഗ്നാമഹാംബസി അസ്യ ഉദ്ധരണേ യത്നോ ദേവ്യാ വിധീയതാം. സർവപ്രാണികൾക്ക് വാസസ്ഥാനം യാതൊന്നോ അതാണ് ഭൂമി. അപ്പോൾ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഈ ദേവിയുടെ ഉന്നമനത്തിന് അല്ലയോ ദേവാ ശ്രമം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭൂമി എങ്ങും വ്യാപിച്ചിരിക്കുന്ന ജലത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് ഭഗവാന്റെ എന്തവതാരം? വരാഹാവതാരം. ഈ ദേവിയുടെ, ഭൂമി ദേവിയുടെ ഉന്നമനത്തിന് അല്ലയോ ദേവാ ശ്രമം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. സർവഭൂതങ്ങൾക്കും വസിപ്പാനുള്ള സ്ഥാനമായിരിക്കുന്ന ഭൂമി സർവത്ര നിറഞ്ഞിരിക്കുന്ന ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുവല്ലോ. അല്ലയോ ദേവ, ദേവിയായ ഭൂമിയുടെ ഉന്നമനത്തിന് വേണ്ടുന്ന ശ്രമം അങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി 16-ാമത്തെ ശ്ലോകം. പരമേഷ്ഠി ത്വപാം മധ്യേ തഥാ സന്നാമവേക്ഷകാം കഥമേനാം സമുന്യേഷ്യ ഇതി ദദ്യോധിയാചിരം. ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ബ്രഹ്മാവാകട്ടെ ജലമധ്യത്തിൽ അപ്രകാരം മഗ്നയായ ഭൂമിയെ കണ്ടിട്ട് ഇതിനെ എങ്ങനെ ഉയർത്തുന്നത് എന്ന് ബുദ്ധി കൊണ്ട് അധികം ധ്യാനിച്ചു. ആരേനെ? നാരായണനെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ബ്രഹ്മാവാകട്ടെ മനുവചനം കേട്ടിട്ട് നിരൂപണം ചെയ്തപ്പോൾ ഭൂമി ജലത്തിൽ മുങ്ങിയിരിക്കുന്നുവെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിഞ്ഞു. സർവനിവാസസ്ഥാനമായ ഇതിനെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്ന് സ്വബുദ്ധിയെ ചലിപ്പിക്കാതെ കുറേ നേരം ചിന്ത ചെയ്തു. 17-ാമത്തെ ശ്ലോകം. സൃജതോ മേ ക്ഷിതിർവാർഭി പ്ലാവ്യമാനാരസാം ഗതാം അധ അത്ര കിമനുഷ്ഠേയം അസ്മാഭി സർഗയോജിതൈ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ഭൂമി ജലത്താൽ വ്യാപിക്കപ്പെട്ടതായിട്ട് രസാതലം പ്രാപിച്ചു. രസാതലം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ. ഇനി ഇതിൽ സൃഷ്ടിയിൽ നിയമിക്കപ്പെട്ട ഞങ്ങളാൽ എന്തു ചെയ്യപ്പെടണം? അതിൻ്റെ ഭാവാർത്ഥം പറയണു. ബ്രഹ്മാവിൻ്റെ ചിന്തയെ വിവരിക്കുന്നു. ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ പ്രജകൾക്കിരിപ്പാനുള്ള സ്ഥാനമായ ഭൂമിയെ ജലം അതിക്രമിച്ചതുകൊണ്ട് ഭൂമി രസാതലത്തിലെത്തിയിരിക്കുന്നു. സർവേശ്വരൻ പ്രജകളെ സൃഷ്ടിക്കുന്നതായിട്ട് നിയമിച്ചിരിക്കുന്ന ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരുന്നാൽ ഈശ്വരാജ്ഞയെ ഉല്ലംഘനം ചെയ്തതായ ദോഷം നേരിടുമല്ലോ എന്നാണ് വിചാരിച്ചതിൻ്റെ സാരം. ഇത് നമ്മൾക്കൊക്കെ ബാധകമാണ്. ഓരോരുത്തരുടെയും ഡെസ്റ്റിനി എന്തായിരിക്കണം? മോക്ഷം പ്രാപിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് കുതികാലുവെട്ടലും ലൗകിക ചിന്തകളും ഈശ്വര ചിന്തകളുടെ അഭാവം എല്ലാം കൂടിയായാൽ നരകം ഫലവും. ഇനി 18-ാമത്തെ ശ്ലോകം. യസ്യാഹം ഹൃദയ ആദാസം സയേഷോ വിദധാതുമേ കർത്തവ്യം കരുണാ സിന്ധുസ്തീർത്ഥകീർത്തിരധോക്ഷജാ.
ചിന്തിച്ചിട്ടും ഉപായം അറിയാതിരുന്ന ബ്രഹ്മാവ് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. നമുക്കും അതന്നെ ആവശ്യം. ചിന്തിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ, ചിന്തിച്ചതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ധ്യാനിക്കുക ഈശ്വരനെ. അതിനാണ് അനുഷ്ഠാനങ്ങൾ, ക്രിയകൾ, തപസ് എന്ന് പറയാം അതിനൊക്കെ. അപ്പോൾ പറഞ്ഞു, യാതൊരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന പുത്രനാകുന്നുവോ ഞാൻ. എൻ്റെ പിതാവും കരുണാനിധിയും പവിത്ര കീർത്തിമാനും സർവന്തര്യാമിയുമായ ആ ഭഗവാൻ തന്നെ ഞാൻ ചെയ്യേണ്ടതെന്താണെന്ന് തോന്നിപ്പിക്കട്ടെ. അതാണ് രണ്ടാം വരി പല പാഠങ്ങളിലും കാണുന്നില്ല. ഏത്? കർത്തവ്യം കരുണാ സിന്ധുസ്തീർത്ഥ കീർത്തിരധോക്ഷജേ അധോക്ഷജ എന്നുള്ളതില്ല എന്നാണ് പറഞ്ഞത്. സാരമില്ല. ഇനി 19ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇത്യഭിധ്യായതോ അവിവരാത് എന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന്. എന്ത്? ഒരു പന്നി കുട്ടി. ആരുടെ നാസാരന്ധ്രങ്ങളെ കൂടെ? ബ്രഹ്മാവിൻ്റെ. അത് വലുതായി ഭീമാകാരായി. അപ്പോൾ സഹസാൻ അനഘ, പാപം ചെയ്യാത്തവന്. ഇത്യഭിധ്യായതോ നാസ ആവിവരാത് നാസ അവിവരാത് നാസ അവിവരാത്. അവിടെ ഓം എന്ന് എഴുതി വയ്ക്കണം. എന്നാലാണ് അവതാരം എന്നുള്ളത് ഒരു പ്രധാന കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. വരാഹതോകോ നിരകാതങ്കുഷ്ടപരിമാണക. മൂക്കിൽ നിന്ന് വരുമ്പോൾ തള്ളവലിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വലുതായി എന്നാവുന്നത്. അപ്പോൾ ഇപ്രകാരം ചിന്തിക്കുന്നവൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് പാപം ചെയ്യാത്തവനെ പെട്ടെന്ന് അങ്കുഷ്ടത്തോളം വലിപ്പമുള്ള പന്നിക്കുട്ടി നിരകാത് പുറത്തേക്ക് വന്നു എന്നാ. ഈ ഒരു ശ്ലോകം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി. എങ്ങനെ ചോദിച്ചാൽ, ഈ ശ്ലോകം നാരായണീയത്തിൽ വരുമ്പോഴാണ് ഞങ്ങളുടെ പത്മാവതി ക്ഷേത്രത്തിൽ IIT ക്യാമ്പസ് പത്മാവതി ക്ഷേത്രത്തിൽ വെച്ച് ബാണ്ടു പീശ്വരീയർ എന്ന് പറയുന്ന ചാലക്കരക്കാരൻ ഒരു സ്വാമി ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ദിവസം അത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണണം, നമസ്കരിക്കണം, പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ദേവീക്ഷേത്രത്തിൽ പോയി. അന്ന് ഈ പിന്നെ എന്താ പറയുക, ക്ലാസ്സിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. അതാ പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ പരിശുദ്ധ സ്വഭാവമുള്ള വിതര, മൈത്രേയർ പറയാണ്, ഇങ്ങനെ ദൃഢമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ നാസുകാധാരത്തിൽ നിന്ന് പെരുവിരലോളം വലുപ്പമുള്ള ഒരു ചെറിയ വരാഹം പുറത്തേക്ക് ചാടി. പന്നിയുടെ ആകൃതിയിലുള്ള അത്ഭുതമായ ആ ഒരു രൂപം പുറത്തേക്ക് വന്നു. അത്ഭുത ലീലയെ നടത്തുന്നതിൽ സമർത്ഥനായ ഭഗവാന്റെ ഈ മാതിരി പ്രവൃത്തിയിൽ അവിശ്വാസം തോന്നുന്നതായ അന്ധകരണമാലിന്യം നിനക്കില്ലാത്തത് കൊണ്ട്. അന്ധകരണമാലിന്യം ഉണ്ടെങ്കിൽ കേക്കണ്ട, ഒരു പന്നിക്കുട്ടി ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടി അടിച്ച് ആടുകയല്ലേ എന്ന് തോന്നിയാൽ രക്ഷയില്ല. അങ്ങനെ തോന്നരുത്. അപ്പോൾ ഭഗവൻ മാഹാത്മ്യമോർത്ത് സന്തോഷിച്ചു കൊള്ളുക എന്നുള്ള ഉപദേശം അനഘ എന്ന സംബോധനയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതൊരു ഗുരുനാഥനും ഭാഗവതം ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കണവരാരായിരിക്കണം? പാപചിന്തകൾ മനസ്സിൽ പതിയാത്തവരായിരിക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ ഇരിക്കപ്പെടുത്തി തരില്ല. അതിനെ അതായത് അവിശ്വസിക്കും. 20 തസ്യാഭിപശ്യത ഗസ്ത ക്ഷണേന കില ഭാരത ഗജമാത്ര പവവൃദ്ധേ
തദത്ഭുത അഭൂന്മഹത്, തദത്ഭുതം അഭൂന്മഹത് അങ്ങനെയാണ് അതിൻ്റെ ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണത്, അദ്ദേഹം അതായത് ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ ആകാശത്തിലിരിക്കുന്ന ആ രൂപം അല്പസമയം കൊണ്ട് ഗജപ്രമാണം വർദ്ധിച്ചു, ഒരു ആനയുടെ അത്ര വലുതായി. അല്ലയോ ഭരതകുലത്തിൽ ജനിച്ച വിതുര, അത് മഹത്തായ അത്ഭുതമായിട്ട് ഭവിച്ചു എന്ന് പറയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ വരാഹ ശിശു ആകാശത്തിൽ നിൽക്കുന്നതിനെ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ അല്പസമയത്തിനുള്ളിൽ ആനയോളം വലിപ്പമുള്ളതായി ഭവിച്ചു, അത്രയും അത്ഭുതമായിട്ട് തോന്നി എന്ന് പറഞ്ഞു. 21-ാമത്തെ ശ്ലോകം. മരീചി പ്രമുഖേ വിപ്രേ കുമാരൈർമനുനാ സഹാ ദൃഷ്ട്വാ തൽ സൗകരം രൂപം തർക്കയാമാസ ചിത്രധാ. ഈ വരാഹത്തിൻ്റെ വേറൊരു പേരാണ് സൗകരം എന്നുള്ളത്. അപ്പോൾ മരീചി മുതലായ ബ്രാഹ്മണരോടും സനകാദികളോടും മനുവിനോടും കൂടെ സൂകര സംബന്ധിയായ ആ രൂപത്തെ കണ്ടിട്ട് ബഹുവിധത്തിൽ ചിന്തിച്ചു. എന്താ അപ്പം ഇതിന് കാരണം, ആരായിരിക്കും ഇത്, എന്തിനു വന്നു എന്നൊക്കെ. അതിൻ്റെ ഭാവാർത്ഥം, ബ്രഹ്മാവ് മരീചി മുതലായ ബ്രാഹ്മണരോടും സനൽകുമാരൻ മുതലായ മഹർഷിമാരോടും മനുവിനോടും കൂടി ആ സൂകര സ്വരൂപത്തെ നോക്കിയിട്ട് ബഹുവിധം ചിന്ത ചെയ്തു എന്ന് പറയണം. 22. കിം ഏതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബദാശ്ചര്യമിതം നാസായാമേ വിനിസൃതം. അതിൻ്റെ വാക്കാർത്ഥം എന്താ? സൂകര സംബന്ധി എന്ന വ്യാജമായ ഈ ഭൂതം എന്തെന്നാണ് ദ്യോവിൽ സ്വർഗത്തിലുള്ളതായിട്ട് സംഭവിച്ചതായിട്ട് അവസ്ഥിതി ചെയ്യുന്നു. എൻ്റെ നാസികയിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നു. ഇത് അത്യന്തം ആശ്ചര്യമാണ് എന്ന് ആര് പറഞ്ഞു? ബ്രഹ്മാവ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, അതിൽ ബ്രഹ്മാവ് ചിന്തിച്ചതിനെ കാണിക്കുന്നു. ഇതെന്തൊരാശ്ചര്യം! സൂകരാകൃതിയെ വ്യാജമായിട്ട് പുറമേ പ്രകാശിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഈ പ്രാണി ദിവ്യമായ ഒന്നാണെന്ന് നിശ്ചയം. ഇതൊരു സാധാരണ സൂകരല്ല, ഒരു ഡിവൈൻ ലുക്കുണ്ട് ഇതിന്. ഇത് എൻ്റെ നാസികയിൽ നിന്ന് പുറപ്പെട്ടത് മഹാശ്ചര്യം തന്നെ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ഇനി 23-ാമത്തെ ശ്ലോകം പറയുന്നു, ദൃഷ്ടോ അങ്കുഷ്ടശിരോ മാത്രക്ഷണാൽ ഗന്ധശിലാസമ അവിസ്വിത് ഭഗവാൻ യേഷ യജ്ഞോ മേ ഖേദയന്മന. അതിൻ്റെ ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണു, പെരുവിരലിൻ്റെ തലപ്പോളം ഉള്ളതായിട്ട് കാണപ്പെട്ടു, ക്ഷണം കൊണ്ട് പർവ്വതാകൃതിക്ക് തുല്യമായി യജ്ഞമൂർത്തിയായ ഭഗവാൻ തന്നെയോ ഇത്? ഒരു ചോദ്യം വരികയാണ് അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണോ എന്തോ, എന്നെ ടെസ്റ്റ് ചെയ്യാണോ? ഞാനിപ്പോൾ ഭൂമിയിൽ എങ്ങനെയാണ് രസാതലത്തിൽ നിന്ന് ഉയർത്തി സ്ഥാപിക്കുക എന്നൊക്കെ ആലോചിക്കണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഈ രൂപത്തിന് ദിവ്യത്വം സംഭാവനയ്ക്കുണ്ടായ കാരണം വിവരിക്കുന്നു. ആദ്യം പെരുവിരലിൻ്റെ ഊർധ്വഭാഗത്തോളം ഉണ്ടായിരുന്ന ഇത് ക്ഷണം കൊണ്ട് പർവ്വതത്തിൻ്റെ ഏകദേശ ഭാഗത്തോളം വലുതായിട്ട് കാണപ്പെടുന്നു. സ്വധർമ്മബലത്തെ ദാനം ചെയ്യുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയോ സ്വരൂപത്തെ എനിക്ക് പ്രകാശിപ്പിക്കാതെ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്നതിനായി സൂകരാകൃതിയെ അവലംബിച്ച് ശോഭിക്കുന്ന ഈ ദിവ്യരൂപത്തിൽ കാണപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ
നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.